കോട്ടയം മൂന്നിലവ ഗ്രാമപഞ്ചായത്തിൽ LDFന് ഭരണം നഷ്ടമായി. വൈസ് പ്രസിഡന്റ് ആശാമോൾ തോമസിനെതിരെ UDF കൊണ്ടുവരുന്ന അവിശ്വാസം പാസായി. 5-നെതിരെ 8 വോട്ടുകൾക്കാണ് അവിശ്വാസ പ്രമേയം പാസായത്. അവിശ്വാസ പ്രമേയ ചർച്ചയ്ക്ക് മുൻപേ LDF പഞ്ചായത്ത് പ്രസിഡന്റ് സെനീനാമ KB രാജിവെച്ചിരുന്നു. ജ്യോതിഷ, ഈ അവിശ്വാസ പ്രമേയം പാസ്സായത് എങ്ങനെയാണ്? LDFന് എങ്ങനെയാണ് ഈ ഭരണം നഷ്ടമായത്? LDFന് ഭരണം നഷ്ടമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയത് മുൻപ് 7-7 എന്ന നിലയിലായിരുന്നു കക്ഷിനില ഉണ്ടായിരുന്നത്. അന്ന് ഈ LDFന്റെ പക്ഷത്ത് അന്നുണ്ടായിരുന്നത് LDFന്റേതായിട്ടുള്ള 4 പേരും പിന്നെ 2 സ്വതന്ത്ര കൗൺസിലർമാരും അതുപോലെ തന്നെ ഒരു കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലെ ഒരു അംഗവും ചേർന്നുള്ള ഒരു പിന്തുണയോടുകൂടിയായിരുന്നു 7 അംഗങ്ങളുടെ ഒരു പിന്തുണ LDFന് ലഭിച്ചത്. അത്തരത്തിലാണ് 7-7ലേക്ക് പോയത്. പിന്നീട് നറുക്കെടുപ്പിലൂടെയാണ് LDFന് അന്ന് ഭരണം ലഭിച്ചത്. പിന്നീട് ഈ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലെ അംഗം തിരിച്ച് UDFലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലെ ഷൈഫ് ജോസഫാണ് തിരിച്ച് UDFലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിന്റെ ഒരു അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അവിശ്വാസ പ്രമേയം UDF കൊണ്ടുവന്നത്. അവിശ്വാസ പ്രമേയം കഴിഞ്ഞ ദിവസം UDF കൊണ്ടുവന്നപ്പോൾ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റായ LDFന്റെ പഞ്ചായത്ത് പ്രസിഡന്റായ സെനീനാമോൾ അപ്പോൾ തന്നെ സെനീനാമ രാജിവെച്ച് മാറുകയായിരുന്നു ഉണ്ടായിരുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് സെനീനാമ രാജിവെച്ചതിന്റെ തൊട്ടു പിന്നാലെ തന്നെ ഇന്ന് അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ച ഘട്ടത്തിൽ ആസാമോൾ എന്ന വൈസ് പ്രസിഡന്റും ഭരണം താഴെ പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയി. 5-നെതിരെ 8 വോട്ടുകൾക്കാണ് ഈ അവിശ്വാസ പ്രമേയം പാസ്സായത്. അങ്ങനെ LDFന്റേതായ പഞ്ചായത്ത് പ്രസിഡന്റ് നേരത്തെ രാജിവെച്ചു. ഇന്ന് വൈസ് പ്രസിഡന്റും അവിശ്വാസ പ്രമേയത്തിൽ വോട്ടുകൾക്ക് താഴെ വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അത്തരത്തിലാണ് LDFന് ഭരണം നഷ്ടമായത്. ഇനിയിപ്പോ നിലവിൽ 8 പേരുടെ ഒരു പിന്തുണ, 14 അംഗ പഞ്ചായത്തിൽ 8 പേരുടെ പിന്തുണയാണ് ഇപ്പോൾ നിലവിൽ UDFനുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ UDF ഇനിയിപ്പോൾ ഈ 3 ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്നതായിരിക്കും. വിനീഷ. ശരി, ജ്യോതിഷ് മോഹനൻ നൽകുകയായിരുന്നു കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ.